നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാ നഷ്ടവാദങ്ങളുടെ പ്രത്യുക്തി എന്ന് പറയുന്ന പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയാത്ത ആളുകളുടെ രക്ഷാനഷ്ടം എന്നുള്ളതാണ്. ഇതിന് ഉപോദ്ബലകമായി രണ്ട് അടിസ്ഥാന വേദഭാഗങ്ങളാണ് എബ്രായ ലേഖനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഇതിനോട് ചേർന്ന് വരുന്ന വേദഭാഗമാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം വായിക്കുമ്പോൾ, സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ഒരു ക്രോധാഗ്നി മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ഈ 2 വേദഭാഗങ്ങൾ തെറ്റായ നിലയിൽ ഗ്രഹിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന മൊത്തം ഉണ്ടാകുന്ന വ്യാഖ്യാന പെശകാണ് മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ള പ്രഖ്യാപനം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഞാൻ എബ്രായ 6-ാം അധ്യായത്തിന് വിവിധങ്ങളായ വ്യാഖ്യാന രീതികളുണ്ട്. ഈ വേദഭാഗം വിശ്വാസികളെ സംബന്ധിക്കുന്നതാണെന്നും അല്ല ഈ വേദഭാഗം വിശ്വാസ ത്യാഗികളായ ആളുകളെ സംബന്ധിക്കുന്നതാണെന്നും വ്യത്യസ്തമായ 2 വ്യാഖ്യാന രീതികളാണ് വേദപഠിതാക്കളുടെ ഉള്ളത്. അതിൽ 2-ാമത്തെ ഭാഗമാണ് ഞാൻ ഈ പശ്ചാത്തലം പഠിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അതിന് 3 കാരണങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം എബ്രായിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്കാണ് അപ്പോസ്തലൻ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത്. എങ്കിലും അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ 3 കൂട്ടം ആളുകൾ അപ്പോസ്തലന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് 1-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ നിശ്ചയമായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ 3 കൂട്ടർ ആരൊക്കെയാണെന്ന് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാം. 1, ബിലീവേഴ്സ് പീപ്പിൾ ക്രിസ്ത്യൻസ് ഹു ഹാവ് ബീൻ or Jewish Christians who have been enlightened by the Holy Spirit and believed the Lord Jesus Christ. അവരാണ് 1-ാമത്തെ ഗ്രൂപ്പ്. എബ്രായയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യവചനം പരിശുദ്ധാത്മാവിനാൽ പ്രകാശിതമായി ലഭിച്ചിട്ട് വിശ്വാസികളായി തീർന്ന ആളുകൾ. 2, the Jewish people who have not been enlightened by the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശം ലഭിക്കാത്തവരായ യഹൂദന്മാർ. 3, the Jewish people who have been enlightened but willfully rejected the salvation which God provided them. ഹൃദയത്തിൽ സ്വർഗീയമായ പ്രകാശം ലഭിച്ചിട്ടും മനഃപൂർവ്വമായി ദൈവത്തിന്റെ രക്ഷയെ അവഗണിച്ചു കളഞ്ഞ എബ്രായർ. ഇങ്ങനെ 3 കൂട്ടം ആളുകളാണ് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുത്തുകാരനായ പൗലോസിന്റെ മനസ്സിലുള്ളത്. എന്നാൽ ലേഖനം പ്രഥമ ദൃഷ്ടിയായി എഴുതിയിരിക്കുന്നത് എബ്രായർക്കാണ്. എന്ന് പറഞ്ഞാൽ എബ്രായരിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. അവരുടെ പശ്ചാത്തലത്തിൽ 3 കൂട്ടം ആളുകളുണ്ട്. പ്രകാശം ലഭിച്ചിട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരും, പ്രകാശം ലഭിക്കാത്തവരും, അതേസമയത്ത് പ്രകാശം ലഭിച്ചിട്ട് യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷാമാർഗമെന്ന് മനസ്സിലാക്കിയിട്ടും മനഃപൂർവ്വമായി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതിരുന്ന ആളുകൾ. ഞാൻ അതിൽ വിശ്വസിക്കുന്നത് ഇതിന്റെ ആദ്യം മുതലുള്ള വാക്യങ്ങളും 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളും പരസ്പരം നിബന്ധിപ്പിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 3-ാമത്തെ കൂട്ടരെ കുറിച്ചാണ്. പീപ്പിൾ ഹു വെർ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത് ബട്ട് ഡെലിബറേറ്റ്ലി റിജക്റ്റഡ് ദ സാൽവേഷൻ. ഭൗതിക മണ്ഡലത്തിൽ സ്വർഗീയമായ പ്രകാശം ലഭിച്ചിട്ടും അവർക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം ഒരുക്കിയ ആത്മരക്ഷ വേണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി അവഗണിച്ചു കളഞ്ഞ വിശ്വാസ ത്യാഗികളായ ആളുകൾ. അവരോട് ബന്ധത്തിലാണ് ഇവിടെ പറയുന്ന ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുമാന ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ഇവിടെ ഒരിക്കൽ പ്രകാശം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these people were intellectually enlightened of the truth. എന്താണ്
രക്ഷയുടെ സത്യവചനം എന്ന് ബൗദ്ധിക മണ്ഡലത്തിൽ അവർക്ക് നന്നായി പ്രകാശിപ്പിച്ചു കിട്ടിയ ആളുകളായിരുന്നു. അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സത്യവെളിച്ചം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തുനിന്ന് അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക്, ബുദ്ധിയുടെ അന്തർഭാഗത്തേക്ക് അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുത്തു. ക്രൈസ്റ്റ് ഈസ് ദി ഒൺലി മീൻസ് ഓഫ് സാൽവേഷൻ. രക്ഷയ്ക്കുള്ള ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ അവഗണിച്ചു കളഞ്ഞാൽ നിത്യമായ നാശം കൊയ്യും എന്നുള്ള വചനം കർത്താവ് അവരോട് പറഞ്ഞു. 2, സ്വർഗീയ ദാനം ആസ്വദിച്ചു. സ്വർഗീയ ദാനം എന്നിവിടെ പറയപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. അതായത് രക്ഷയുടെ സുവിശേഷം എന്താണെന്ന് അവരുടെ മുമ്പാകെ ഇത് പ്രസന്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞുള്ളത് ഇംഗ്ലീഷ് വാക്കിൽ ദോസ് ഹു ഹാവ് ടേസ്റ്റഡ് ദി ഗിഫ്റ്റ്, ഹെവൻലി ഗിഫ്റ്റ് എന്നാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ സാധാരണയായി ആഹാരം പാചകം ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് കൂടുതലുണ്ടോ, പുളി കൂടുതലുണ്ടോ, എരിവ് കൂടുതലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വി ആർ നോട്ട് കൺസ്യൂമിങ് ദ ഹോൾ ക്വാണ്ടിറ്റി ഓഫ് ദ കറി. കറിയുടെ മൊത്തം എടുത്ത് നമ്മൾ കഴിക്കാറില്ല. മറിച്ച് അടുക്കളയിൽ പാചകം ചെയ്യുന്ന സഹോദരിമാര് ഒരു സ്പൂണില് അതിന്റെ ശകലം ചാറ് ഇടത്തെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നാക്കുകൊണ്ട് സ്പർശിച്ചു നോക്കുമ്പോൾ എരിവ് കൂടുതലുണ്ടോ, പുളി കൂടുതലുണ്ടോ, ഉപ്പ് കൂടുതലുണ്ടോ എന്ന് നന്നായിട്ട് അറിയാം. This is what it is, tasting, not eating. And those who have tasted the heavenly gift were not the people who have eaten him. അവനെ സ്വർഗീയ ദാനം ആസ്വദിച്ചവരെല്ലാവരും യേശു ക്രിസ്തുവിനെ ആഹരിച്ചവരല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയിൽ ഈ 5000 ആളുകളും കർത്താവായ യേശുവിനെ ആത്മരക്ഷകരായി ആഹരിച്ചില്ല. ചില ആളുകൾ കർത്താവ് നൽകിയ ആഹാരം രുചിച്ചു, അവനെ അനുഗമിച്ചു. കാരണം എന്നുള്ളതല്ലാതെ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അവർ അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. ചിലരൊക്കെ കർത്താവായ യേശുവിനെ അവർ രാജാവായി അല്ലെങ്കിൽ രക്ഷിതാവായി മെസ്സിയായി അംഗീകരിച്ചിരിക്കണം. അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചിച്ചു നോക്കി, കൊള്ളാവുന്നതാണോ എന്ന് അവർ രുചിച്ചു നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? they were unwilling to eat him. അവനെ ആഹരിക്കുവാൻ അവർക്ക് മനസ്സില്ലാതെ വന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ച സംഭവത്തിന് ശേഷം കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അത് മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന ഭക്ഷിച്ചു, ഞാൻ അത്രേ അവർക്ക് മന്ന കൊടുത്തത്. ആമേൻ ആമേൻ ഞാനത് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുവിനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നവരല്ല, യേശുവിനെ ആഹരിക്കുന്നവരാണ്. അതായത് അവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇപ്പൊ സ്വർഗീയ ദാനം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. 3-ാമതാണ് മോസ്റ്റ് കൺഫ്യൂസിംഗ് സ്റ്റേറ്റ്മെന്റ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതിന് ഗ്രീക്കിൽ അവിടെ ഉപയോഗിക്കുന്നത് മെറ്റോകോസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ദ വേർഡ് മെറ്റോകോസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പൊസഷൻ ബട്ട് ഓൺലി ആൻ അസോസിയേഷൻ. അതായത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് അസോസിയേറ്റ് ചെയ്തവരായവർ. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് പരിശുദ്ധാത്മ ശക്തിയാലാണ്. യേശു കുരുടന് സൗഖ്യം നൽകിയത് പരിശുദ്ധാത്മ ശക്തിയാലാണ്. യേശു രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം നൽകിയത് പരിശുദ്ധാത്മ ശക്തിയാലാണ്. യേശു ബേൽസെബൂബിനെ പുറത്താക്കിയത് പരിശുദ്ധാത്മാവിനാലുള്ള ശക്തിയാലാണ്. യേശു വരണ്ട കൈയുള്ള മനുഷ്യൻ സൗഖ്യമാക്കിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. യേശു ബെഥാനിയിലെ ലാസറെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവ് ശക്തിയാലാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി യേശു ക്രിസ്തു ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും അസോസിയേറ്റ് ചെയ്ത ആളുകളാണ് ആ കാലത്തെ, യേശുവിന്റെ കാലത്തെ ആളുകൾ. അപ്പൊ വാസ്തവത്തില് ദേ സിംപ്ലി അസോസിയേറ്റഡ് ടു ദ ഈവന്റ് ബട്ട് നെവർ പൊസസ് ദാറ്റ് ട്രൂത്ത്. ആ പറയപ്പെട്ട സംഭവങ്ങളെ അവർ അസോസിയേറ്റ് ചെയ്തിരുന്നു, അക്കമ്പനി ചെയ്തിരുന്നു. പക്ഷെ അവരൊരിക്കലും കർത്താവായ യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചതില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരാണ്. അല്ലാത്തവർക്ക് merely they will have the experience of association, not possession. അവരെ പരിശുദ്ധാത്മാവിന്റെ ഈ വക പ്രവൃത്തികൾക്ക് അസോസിയേറ്റ് ചെയ്തു, പക്ഷേ അവർ ക്രിസ്തുവിനെ പൊസസ് ചെയ്തില്ല, പരിശുദ്ധാത്മാവിനെ പൊസസ് ചെയ്തില്ല. So the word metakos has nothing to do with possessing the Holy Spirit, but only associating him while he was here with Christ in his various physical activities. അപ്പൊ അതുകൊണ്ട് പിന്നെ വായിക്കുന്നത്, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ദൈവത്തിന്റെ നല്ല വചനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. Again they tasted the word, not they have eaten the word. അടുത്ത പറയുന്നത് വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവർ. വരുവാനുള്ള ലോകത്തിന്റെ the power of the kingdom that is to come is the power of the
മിറാക്കിൾസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളാണ് വാസ്തവത്തിൽ വരുവാനുള്ള രാജ്യത്തിന്റെ ഈ ശക്തിയായി വെളിപ്പെട്ടു വന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഇതെല്ലാം അവർ കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും മനസ്സിലാക്കുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരായിട്ടുള്ള ആളാണ്. ഇങ്ങനെയുള്ള ആളുകൾ അവർ പിന്മാറിപ്പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യത്തിന്റെ പരിജ്ഞാനം അവർ പ്രാപിച്ചു. ദേ ഹാഡ് ബീൻ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത്. അവരുടെ ബുദ്ധിമണ്ഡലത്തിലെ സത്യത്തിന്റെ പരിജ്ഞാനം അവർ പ്രാപിച്ചു, അല്ലെങ്കിൽ ഗ്രഹിച്ചു. ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്നുള്ള എല്ലാ സത്യങ്ങളും അവർ മനസ്സിലാക്കിയ ശേഷവും they were almost been brought to the brim of salvation. രക്ഷയുടെ വക്കോളം അവർ എത്തിച്ചേർന്നു. അവരൊരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് വെച്ചിരുന്നെങ്കിൽ അവർ രക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷേ അവർ രക്ഷിക്കപ്പെട്ടില്ല. അവർ മുമ്പോട്ട് ആ കാലുകൾ വെച്ചില്ല, രക്ഷയെ സ്വായത്തമാക്കിയില്ല. അങ്ങനെയുള്ളവർ രക്ഷയുടെ ബ്രിമിൽ നിന്ന് പുറകോട്ട് പോയാൽ, പിന്മാറിപ്പോയാൽ, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാൻ കഴിയില്ല? മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ഏത് നിലയിലുള്ള പാപം ചെയ്താലും, പാപം ചെയ്യാൻ പാടില്ല, ഏത് നിലയിലുള്ള പാപം ചെയ്താലും, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവികമായുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയാൽ അവന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുവാൻ കഴിയും എന്നാണ്. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവിനെ ഉപേക്ഷിച്ച് പഴയ പടകും വലയും എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ ഗലീലാക്കടലിലേക്ക് പോയ പത്രോസിനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഥാസ്ഥാനപ്പെടുന്നതും അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതുമായ സംഭവം. ഏതൊരു ദൈവവേദലിനും രക്ഷിക്കപ്പെട്ട് അവരുടെ തേജസ്കരണം സംഭവിക്കും മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും നിന്നുള്ള കാരണത്താൽ അവർ പിന്മാറിപ്പോയാൽ അവർക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുവാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ പറയപ്പെടുന്ന ഈ ആളുകൾ ആരാ? ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ, സ്വർഗീയദാനം ആസ്വദിച്ചവർ, പരിശുദ്ധാത്മാവിനോട് അക്കമ്പനി ചെയ്തവർ, ദൈവത്തിന്റെ നല്ലവനും കേട്ടവർ, വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തി ആസ്വദിച്ചവർ. അവർ മനഃപൂർവ്വമായി പിന്മാറിപ്പോയാൽ അവരെന്താ സംഭവിക്കുന്നത്? അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുന്നവരുമാകിയാൽ അങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭൂമി കൃഷി ചെയ്യുന്നവർക്ക്, മഴ പെയ്തിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് യോഗ്യമായ ഫലം കായ്ക്കാതെ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിയിലും മുളപ്പിച്ചാലോ അത് കൊള്ളതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു, ചുട്ടുകളയാത്രേ അതിന്റെ അവസാനം. പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തും പിന്മാറ്റത്തിലേക്ക് പോയ ഒരു വിശ്വാസിയെ ചുട്ടുകളയുന്നതായി പറയുന്നില്ല, അല്ലെങ്കിൽ നിത്യ നരകാഗ്നിയിലേക്ക് എറിയുന്നതായി പറയുന്നില്ല. എന്നാൽ ഇവിടെ പറയപ്പെടുന്നത് മനഃപൂർവ്വമായി ദൈവത്തിന്റെ രക്ഷയെ തൃണവൽഗണിച്ച് കളഞ്ഞ ഈ ആളുകളെ കേവലം ശാപത്തിനൊത്തതും അത് മുള്ളിനോട് ഉപമിക്കപ്പെടുന്നതും തീയിൽ ഇട്ട് ചുട്ടുകളയുന്നതുമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന ആളുകൾ ആരാണ്? പീപ്പിൾ ഹു വർ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത് ബട്ട് ഡെലിബറേറ്റ്ലി റിജക്റ്റഡ് ഇറ്റ്. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം, സുവിശേഷത്തിന്റെ സത്യം ഭൗതിക മണ്ഡലത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടുവെങ്കിലും മനഃപൂർവ്വമായി അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞ വിശ്വാസ ത്യാഗികളായ ആളുകളെ കുറിച്ചാണ്. ഇതേ കാര്യമാണ് ഇതിന്റെ 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ പറയപ്പെടുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇതേ ഭയനിർദ്ദേശം അപ്പോസ്തലൻ അവിടെ നൽകുന്നുണ്ട്. ആ ഭയനിർദ്ദേശം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ഇനിയും അവശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. അത് വളരെ വ്യക്തമായി പറയുകയാണ്. അതായത് ദൈവം നൽകിയ ഈ സത്യത്തിന്റെ പരിജ്ഞാനം അത് ലഭിച്ച ശേഷവും മനഃപൂർവ്വമായി വിൽഫുള്ളി ഇഫ് ദേ കമ്മിറ്റ് സിൻ വിൽഫുള്ളി റിജക്ട് ദ സാൽവേഷൻ ഓഫ് ക്രൈസ്റ്റ്. വാസ്തവത്തില് ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരേ ഒരു പാപം മാത്രമേ വേദപുസ്തകം പറഞ്ഞുള്ളൂ. അതായത് തന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാക്ഷി നിന്ന് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷയെ അത് അറിഞ്ഞിട്ടും മനഃപൂർവ്വമായി അതിനെ അവഗണിച്ച് കളയുക എന്ന് പറയുന്ന കൊടിയ പാപം. ആ പാപം ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയില്ല. വളരെ സംഗ്രഹമായി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വിശുദ്ധീകരിച്ച് നമ്മുടെ രക്ഷയ്ക്കായി ദൈവം ഏൽപ്പിച്ചെന്ന് ക്രൂശന്മേൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ തകർക്കപ്പെടുകയും തന്റെ രക്തച്ചൊരിച്ചില്ലാൽ നമുക്ക് വിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടും ആ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മനഃപൂർവ്വമായി നിരാകരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ.
അതിന്റെ 29-ാം ഭാഗത്തിൽ പറയുകയാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലുമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. ഇതിന്റെ ഒടുവിൽ പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിസ്താര ഭയത്താൽ ഇവിടെ സംക്ഷേപിക്കുകയാണ്. ഈ എബ്രായലേഖനം 6-ാം അധ്യായവും 10-ാം അധ്യായത്തിന്റെ 26 വാക്യങ്ങളും രക്ഷിക്കപ്പെട്ട വിശ്വാസത്തെ കുറിച്ചല്ല, രക്ഷയുടെ വക്കോളം എത്തിയ ശേഷം മനഃപൂർവ്വമായി സുവിശേഷത്തെ അവഗണിച്ച് നാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് നിത്യ നരകാഗ്നിക്ക് യോഗ്യരായി തീർന്ന വിശ്വാസ ത്യാഗികളായ ആളുകളെ കുറിച്ചാണ്. വിശ്വാസി പിന്മാറിപ്പോയാൽ അവനെ മാനസാന്തരപ്പെടുത്താൻ കഴിയും. വിശ്വാസ ത്യാഗം സംഭവിച്ചവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് ഈ വചനഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നിശ്ചയമായും പലവിധമായ സംശയങ്ങൾ ഈ വേദഭാഗത്തിന്റെ വ്യാഖ്യാനം സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദയവായി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയം എത്രമാത്രം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് പറഞ്ഞു തരുവാൻ ബാധ്യസ്ഥനാണ്. ഞാനത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രോം ഇടയാറുമുള്ള.